ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, US നഗരമായ ന്യൂ ഓർലിയൻസിൽ പുതുവർഷ ആഘോഷത്തിനിടയിൽ ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റിയ അക്രമി US സൈന്യത്തിൽ 13 വർഷം സേവനം ചെയ്ത ആളാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ടെക്സസ് സ്വദേശിയായ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന 42-കാരനാണ് 15 പേരുടെ ജീവനെടുത്ത ഈ അക്രമി. ഭീകരാക്രമമാണ് എന്ന് FBI വ്യക്തമാക്കുന്നുണ്ട്. ഇയാൾ ഓടിച്ചിരുന്ന ട്രക്കിൽ നിന്ന് IS പതാക കണ്ടെടുത്തതായും FBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ ബോധപൂർവം നടത്തിയ ആക്രമണമാണ് എന്നാണ് വ്യക്തമാകുന്നതെന്നും പരമാവധി ആളുകളെ കൊല്ലാൻ ശ്രമം നടത്തിയെന്നും FBI വക്താക്കൾ പറയുന്നു. ആക്രമണത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ജനക്കൂട്ടത്തിനിടയിലേക്ക് മനഃപൂർവ്വം എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെ ട്രക്ക് ഇടിച്ചു കയറ്റുന്നതും ആളുകൾ ചിതറി ഓടുന്നതും ഒക്കെ ആ വീഡിയോയിൽ വ്യക്തമായിട്ടുമുണ്ട്. 2007 മുതൽ 2020 വരെയാണ് ഇയാൾ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചത്. സൈന്യത്തിൽ ITHR വിദഗ്ധനായിരുന്നു ഷംസുദ്ദീൻ. 2009 അഫ്ഗാനിസ്ഥാനിൽ വിന്യസിച്ച സൈന്യത്തിന്റെ ഭാഗമായി 2015 ശേഷം ആർമി റിസർവിലേക്ക് മാറി. 2020 ഔദ്യോഗികമായി വിരമിക്കുന്നത്. അതിനുശേഷം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായി ജോലി നോക്കുകയായിരുന്നു. സജീവ സൈനിക സേവനത്തിൽ നിന്നു മാറിയ ശേഷം ജോർജിയ സ്റ്റേറ്റ് സർവകലാശാലയിൽ നിന്ന് ബിരുദവും നേടിയിരുന്നു. ഷംസുദ്ദീൻ ഇത്തരത്തിലൊരു പാതകം ചെയ്യുമെന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു അയാളുടെ അടുത്ത സുഹൃത്തുക്കളുടെ പ്രതികരണം. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന വ്യക്തിയായിരുന്നു എന്നും സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഷംസുദ്ദീനും സഹോദരങ്ങളും ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു വന്നവരാണ്. ഷംസുദ്ദീൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു എന്ന് FBI വ്യക്തമാക്കുന്നു. 2 തവണ വിവാഹം ചെയ്തു. രണ്ടും വിവാഹമോചനത്തിൽ കലാശിക്കുകയും ചെയ്തു. വിവാഹമോചനത്തിനു വേണ്ടിയുള്ള കാരണമായി ഷംസുദ്ദീൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയതും സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമാണ്. ന്യൂ ഓർലിയൻസിൽ അക്രമം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇയാൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ ISൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആക്രമണം നടത്താൻ ഒരുങ്ങുന്നത് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. ഇതാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത്. കൂടാതെ ഇയാൾ മുമ്പ് പങ്കുവച്ച വീഡിയോകളിൽ വിവാഹമോചനത്തെ പറ്റിയും കുടുംബത്തെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നതായും ഇതിന് പകരമായിട്ടാണ് ISൽ ചേർന്നതെന്നും പരാമർശിക്കുന്നുണ്ട്. ഇതും FBI കൂടുതൽ പരിശോധിച്ചു വരികയാണത്രേ. ജനക്കൂട്ടത്തിലേക്ക് മനഃപൂർവ്വം ഇയാൾ നേരത്തെ തന്നെ നോക്കി മനസ്സിലാക്കി വെച്ചിട്ടാണ് ഇയാൾ ഇത് ചെയ്തത് എന്നാണ് തെളിഞ്ഞത്. 15 പേര് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് വേഗം ഇടപെടുകയും 35 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ അക്രമത്തില് ഷംസുദ്ദീൻ ഒന്നും സംഭവിച്ചിട്ടില്ല. പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഷംസുദ്ദീൻ ജബ്ബാർ കൊല്ലപ്പെട്ടത്. ന്യൂ ഇയർ ആഘോഷം സാധാരണ 12 മണിയോടുകൂടിയാണ് തുടങ്ങാറുള്ളത്. അങ്ങനെ ന്യൂ ഓർലിയൻസിലെ ബർബൺ സ്ട്രീറ്റിൽ പുലർച്ചെ 3:15 സംഭവം. ഷംസുദ്ദീൻ ജബ്ബാർ മുമ്പ് US പൗരനായിരുന്നു, മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ഇതൊക്കെ FBI ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ ട്രക്കിൽ IS പതാകയുണ്ടായിരുന്നത് തന്നെ ഇയാളെ എന്തുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ സഹായകമായി. സംഭവ സ്ഥലത്ത് നിന്ന് 2 നാടൻ ബോംബുകൾ കണ്ടെത്തിയെന്നും FBI അറിയിച്ചു. ആക്രമണത്തിന് ഭീകര സ്വഭാവമുള്ളതായി, അതുപോലെ ആ രൂപത്തിലേക്കാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. സൈന്യത്തിൽ IT സ്പെഷ്യലിസ്റ്റായി സേവനമനുഷ്ഠിച്ചിരുന്ന ഷംസുദ്ദീൻ ഹ്യൂസ്റ്റണിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിരുന്നു. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇയാൾ യൂട്യൂബിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകൾ FBI ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട്. 2002 മോഷണത്തിനും 2005 അസാധുവായ ലൈസൻസുമായി വാഹനം ഓടിച്ചതിന്റെ പേരിലും ജബ്ബാറിനെ പോലീസ് മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2022 സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് 2ാം ഭാര്യയിൽ നിന്നും ജബ്ബാർ വിവാഹമോചനം നേടിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇയാൾ ട്രക്ക് ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റി. അയാൾ വിചാരിച്ചത്ര രൂപത്തിലുള്ള മരണം സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ഉടനെ തന്നെ ട്രക്ക് നിർത്തി അയാൾ പുറത്തിറങ്ങി തോക്കുപയോഗിച്ച് മറ്റു വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർത്ത് കൂടുതൽ അപകടമുണ്ടാക്കാൻ ശ്രമിച്ചു. ന്യൂ ഓർലിയൻസിലെ ബൂർബോൺ തെരുവിലാണ് ഇയാൾ ഇറങ്ങി നിന്ന് വീണ്ടും വെടിയുതിർക്കുന്നത്.
റോഡിൽ നിന്നും ജനങ്ങൾ കൂട്ടത്തോടുകൂടി നിലവിളിച്ചു. ഈ നിലവിളി ഉയർന്ന ഈ ശബ്ദം കേൾക്കുമ്പോഴാണ് ഒരു ട്രക്ക് അതിവേഗം കുതിച്ചു പായുന്നതായി കണ്ടു എന്ന് ദമ്പതികൾ CBS ന്യൂസിനോട് പറയുന്നത്. ഇവരുടെ നിലവിളി മാത്രമാണ് അവരൊക്കെ കാണുന്നത്. ഒരു ഭീകരാക്രമണം ബൂർബോൺ തെരുവിൽ നടന്നു എന്നും ആരും അങ്ങോട്ട് പോകരുതെന്നും ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡി എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് കൂടുതൽ ആളുകൾ സ്പോട്ടിൽ തന്നെ ഈ വിഷയം അറിയുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ NIA പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള അന്വേഷണ വൃത്തങ്ങൾ കൃത്യമായ രൂപത്തിൽ ഇതിന്റെ പിന്നാലെ തന്നെയുണ്ട്. പുതുവത്സര ദിനമായ ജനുവരി 1 തന്നെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കൂടുതൽ ബഹുദൈവ വിശ്വാസികളെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. കാരണം ബഹുദൈവാരാധന തീരെ പിടിക്കാത്ത പടച്ചവന്റെ കൃത്യമായിട്ടുള്ള നേർക്കുനേരെയുള്ള അനുയായികളാണ് ISIS. അവരുടെ പതാകയാണ് ഇയാളുടെ ട്രക്കിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റി ഒരുപാട് ആളുകളെയൊക്കെ ഇല്ലാതാക്കി എന്ന് ഇയാൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ തീവ്രവാദ ആക്രമണമാണ് അത് എന്ന് AFP റിപ്പോർട്ട് ചെയ്യുകയും ആ പ്രദേശം അപ്പോൾ തന്നെ നൈറ്റ് ലൈഫിന് പേരുകേട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഏറെ വൈകിയിട്ടും ഭയങ്കരമായ തിരക്കുണ്ടായിരുന്നു അവിടെ. 10 പേര് സ്പോട്ടിൽ തന്നെ കൊല്ലപ്പെട്ടു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ 25 പേര് കൊല്ലപ്പെട്ടു. അങ്ങനെ 35ഓളം ആളുകൾ ഗുരുതരമായി പരിക്കേറ്റു. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൃത്യമായിട്ടുള്ള കണക്ക് പ്രകാരം 15 പേരാണ് കൊല്ലപ്പെട്ടത്, 35 പേരാണ് പരിക്കേറ്റത്. ഇങ്ങനെയാണ് നമ്മൾ CBC ന്യൂസിൽ കാണുന്നത്. വാഹനം ഓടിച്ച ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ജനുവരി 20-ാം തീയതി ട്രംപ് അധികാരത്തിലേറാൻ പോകുന്നതിന് തൊട്ടുമുമ്പ് ഇത്തരമൊരു തീവ്രവാദ പ്രവർത്തനം ഉണ്ടാകുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്നറിയില്ല. പക്ഷേ പോലീസുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ ഈ വാഹനം ഓടിച്ച ഡ്രൈവർ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നു, കൊല്ലപ്പെട്ടില്ല എന്നും കേൾക്കുന്നു. വിശദമായ വിവരങ്ങൾ ക്രമേണ അറിയാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഈ തീവ്രവാദ ആക്രമണം അമേരിക്കയിൽ ഉണ്ടാക്കിയതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യമുണ്ട് എന്ന് ട്രംപ് തുടക്കം തന്നെ പറഞ്ഞു. ഈ ആക്രമണത്തിന്റെ സ്വഭാവം നോക്കിയിട്ടാണ് അമേരിക്കൻ പോലീസായ FBI ഇത് തീവ്രവാദ ആക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ചു. സാധാരണ പറയാറുള്ളത് പോലെ തന്നെ ഇയാൾ ഈ കൃത്യം ഒറ്റയ്ക്കാണ് ചെയ്തത് എന്ന് വിശ്വസിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് FBI പറയുന്നു ഒരിക്കലും ഇത് ഇയാൾ ഒറ്റയ്ക്കല്ല. 3 പുരുഷന്മാരും 1 സ്ത്രീയും ഈ പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ സ്ഥാപിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വഴിയരികിൽ പുതുവത്സരം ആഘോഷിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെയാണ് ഇയാൾ വാഹനം ഓടിച്ചു കയറ്റിയത്. പിന്നീട് അതിൽ നിന്നും പുറത്തിറങ്ങിയ ഇയാൾ ആൾക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കാനും ആരംഭിച്ചു. ഈ സമയത്താണ് പോലീസ് അയാളെ വെടിവെച്ചു കൊന്നത്. ട്രക്കിൽ ISISന്റെ പതാക ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിന് എളുപ്പമായി എന്ന് പോലീസ്. സ്ഫോടക വസ്തുക്കൾ ട്രക്കിനകത്ത് വേറെയും ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപകടമുണ്ടാക്കി ആളുകളെ കൊല്ലാൻ ഉപയോഗിച്ച ട്രക്ക് കഴിഞ്ഞ നവംബറിൽ ടെക്സാസിലെ ഈഗിൾ പാസ് വഴി അതിർത്തി കടന്നു വന്നതാണ് എന്നാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ട്രക്ക് ഓടിച്ചിരുന്ന വ്യക്തിയല്ല ഇപ്പോൾ ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമായിട്ടുണ്ട്. പ്രതി ഷംസുദ്ദീൻ ജബ്ബാർ ഒരു അമേരിക്കൻ പൗരനാണെന്നതും വ്യക്തമായി. എന്നിട്ടും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് വിരൽ ചൂണ്ടുന്നത് അനധികൃത കുടിയേറ്റത്തിനെതിരെയാണ്. ആ രൂപത്തിൽ ഒരു പങ്ക് ഈ അക്രമത്തിനുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ആദ്യം തന്നെ ട്രംപ് പറഞ്ഞത്. ജോ ബൈഡൻ ഭരിച്ച കഴിഞ്ഞ 4 വർഷക്കാലത്തേക്ക് നിരവധി അനധികൃതമായ കുടിയേറ്റക്കാരാണ് അമേരിക്കയിൽ എത്തിയത് എന്ന് ട്രംപ് സമൂഹ മാധ്യമമായ പോസ്റ്റ് എക്സിലൂടെ കുറിച്ചു. കൊടും കുറ്റവാളികളാണ് അമേരിക്കയിൽ എത്തുന്നത് എന്ന് താൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഡെമോക്രറ്റിക് പാർട്ടിയും മാധ്യമങ്ങളും അതൊരു വ്യാജ ആരോപണമാണ് എന്ന് പറഞ്ഞതായും ട്രംപ് ഓർമ്മിപ്പിച്ചു. അതേസമയം ജോ ബൈഡനും തീവ്രവാദ പ്രവർത്തനങ്ങളെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അക്രമി ഒരു മുൻ സൈനികനാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതൊഴിച്ചാൽ പ്രതിയുമായി ബന്ധപ്പെട്ട മറ്റ് വിശദ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റ് ചിലരുടെ നേർക്കും അന്വേഷണം നീളുന്നു എന്ന സൂചന നേരത്തെ തന്നെ FBI നൽകിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും അറസ്റ്റ് ചെയ്തോ എന്ന കാര്യവും ഇതുവരെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. നന്ദി.